എല്ലാവർക്കും നമസ്കാരം. വരാൻ പോകുന്ന അടുത്ത കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ ക്യാപ്റ്റൻ നയിക്കും. ക്യാപ്റ്റൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാനീയനായ സഖാവ് പിണറായി വിജയൻ സാറിനെയാണ് ക്യാപ്റ്റൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കും. മത്സരിക്കോ ഇല്ലേ എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല. എന്നാലും നയിക്കുന്നത് സഖാവ് പിണറായി വിജയൻ തന്നെയായിരിക്കും. നല്ല കാര്യം. കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സഖാവ് പിണറായി വിജയൻ തന്നെ, ബഹുമാനീയനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിലും LDF മൂന്നാമതും അധികാരത്തിലേറി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ബഹുമാനീയനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ വരണമെന്നാണ് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഈ ജനങ്ങൾ ആഗ്രഹിക്കാനുള്ള കാരണമുണ്ട്. അവരുടെ മുന്നിൽ രണ്ട് ചരിത്രങ്ങളുണ്ട്. തുടർച്ചയായി 15 വർഷം ഭരിച്ച മണിക് സർക്കാർ എന്ന വ്യക്തി 15 വർഷം ഭരിച്ച ത്രിപുര CPM-ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ തുടർച്ചയായി 23 വർഷം ഭരിച്ച ജ്യോതിബാസുവും 23 വർഷവും പിന്നെ 100 ചില്ലാനം ദിവസവും ഭരിച്ച ജ്യോതിബാസുവും അത് കഴിഞ്ഞ് ഭരിച്ച 10 വർഷം ബുദ്ധദേവ് ഭട്ടാചാര്യയും കൂടി ഭരിച്ചോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി പശ്ചിമ ബംഗാളിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതെയായി. അതുപോലെ തന്നെ ആ ചരിത്രം ഓർത്തുകൊണ്ടുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബഹുമാനീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാർ തന്നെ മൂന്നാമതും LDF-ന്റെ മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തണമെന്നും ത്രിപുരയിൽ 15 വർഷവും പശ്ചിമ ബംഗാളിൽ 23 വർഷവും ഉണ്ടെങ്കിൽ കേരളത്തിൽ വെറും 15 വർഷം. 10 വർഷം സഹിച്ചു. ഇനി ഒരു 5 വർഷം കൂടി ഈ സർക്കാർ LDF-നെ സഹിച്ചു കഴിഞ്ഞാൽ ത്രിപുരയിലെയും പശ്ചിമ ബംഗാളിലെയും ചരിത്രം ഇവിടെയും ആവർത്തിക്കുമെന്ന ഉള്ള വിശ്വാസത്തോടുകൂടിയാണ് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും വീണ്ടും ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്ന്. ഒരു 5 വർഷം കൂടി സഹിച്ചാൽ മതിയല്ലോ. പിന്നെ എന്നേക്കുമായിട്ട് കേരളത്തിൽ നിന്നും ഈ സർക്കാർ LDF പൊയ്ക്കോളും. അതുകൊണ്ടാണ് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഇന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കൂടിയിട്ടാണ് സഖാവ് ബഹുമാനീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ LDF-നെ നയിക്കണമെന്നുള്ള തീരുമാനമെടുത്തത്. പോളിറ്റ് ബ്യൂറോ കൂടിയിട്ട് വലിയ വാർത്തയായിട്ട് നമ്മളുടെ മാധ്യമങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഒന്നുമില്ല. പോളിറ്റ് ബ്യൂറോ കൂടി ബഹുമാനീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു, ഞാൻ LDF-നെ നയിക്കും. ആർക്കെങ്കിലും അതിൽ എതിർപ്പുണ്ടോ? ആർക്കും എതിർപ്പില്ല. ഞാൻ കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF-നെ നയിക്കും. എനിക്ക് മാത്രം 2 ടേമും ബാധകമല്ല, ഒരു പാർട്ടിയുടെ ഒരു ഭരണഘടനയും ബാധകമല്ല, ഒന്നും ബാധകമല്ല. ഞാൻ പറയും അതനുസരിക്കുക ബാക്കിയുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനമെടുത്തു. അല്ലാതെ സഖാവ് പിണറായി വിജയനെ എതിർത്ത് പറയാൻ ഇന്ന് ഈ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലല്ല ഒരു ഘടകത്തിലും ആരുമില്ല. എതിർത്ത് പറഞ്ഞവരുടെയൊക്കെ അനുഭവം ഒരുപാടാണ്. ഇപ്പോഴുണ്ട് ആലപ്പുഴയിലെ ഒരു മുൻ മന്ത്രി, പണ്ട് നമ്പൂരിമാരുടെ പൂജാരിമാരുടെ അടിവസ്ത്രം തപ്പിപ്പോയ ഒരു മുൻ മന്ത്രി, പിണറായി വിജയന്റെ വലങ്കയ്യായിരുന്നു. ഇടയ്ക്ക് എന്തോ ഒന്ന് തെറ്റി. അതോടുകൂടി അദ്ദേഹം അതാ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ലാതെ നടക്കുന്നു. ഇതുപോലെയായിരിക്കും സഖാവ് പിണറായി വിജയനും. ഏത് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയാലും ശരി, ഏത് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയാലും ശരി, എന്നെ എതിർത്തിട്ടുണ്ടെങ്കിൽ നടക്കണ കേസല്ല. അതുകൊണ്ട് പോളിറ്റ് ബ്യൂറോ കൂടി അതുകൂടി ഇതുകൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ ഇതാണ് സംഭവം. പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനാണ്. അതിന്റെ അപ്പുറം ആരുമില്ല. CPM എന്ന പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സഖാവ് പിണറായി വിജയനാണ്. അതിന്റെ അപ്പുറം ഒന്നുമില്ല. ആ പാർട്ടിയാണ് ഇന്ന് തീരുമാനിച്ചത് ക്യാപ്റ്റനായിട്ട് പിണറായി വിജയൻ തുടരുമെന്ന്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ക്യാപ്റ്റനായി നേതൃത്വം നൽകുന്നത്. ഇത്രയേ ഉള്ളൂ. പിണറായി വിജയൻ പറഞ്ഞു, ഞാൻ നയിക്കും, നിങ്ങൾ അനുസരിക്കുക. അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും മൂന്നാമതും LDF സഖാവ് ബഹുമാനീയനായ ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വരട്ടെ. ത്രിപുരയിലെ 15 വർഷവും പശ്ചിമ ബംഗാളിലെ തുടർച്ചയായ 25 വർഷവും കേരളത്തിലെ തുടർച്ചയായ 15 വർഷവും
ഓരോ ചരിത്രങ്ങളായി മാറട്ടെ. എല്ലാവർക്കും നമസ്കാരം.